ഒരു ദിവസം എത്ര സിഗരറ്റ് വരെ വലിക്കുന്നത് കുഴപ്പമില്ലാതെ മുന്നോട്ടുണ്ടോ? ഇത് സിഗരറ്റിനേക്കാളും കൂടുതൽ ആൾക്കോൾ കഴിക്കുന്ന ആൾക്കാരാണ് ഇത് ചോദിക്കാറ്. കാരണം അവർക്കത് വിടാനുള്ള, അതേപോലെ സ്മോക്കിംഗ് ആൾ. പക്ഷെ ഞങ്ങൾ പറയുകയെന്ന് വെച്ചാൽ ഈവൻ വൺ സ്മോക്ക് ഈസ് എന്താ പറയുക ഹാംഫുൾ ടു ദ ബോഡി. ഈവൻ വൺ ഡ്രോപ്പ് ഓഫ് ആൾക്കോൾ ഈസ് ഹാംഫുൾ ടു ദ ബോഡി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിൽ സിഗരറ്റിൻ്റെ ഇതിലും പാക്കിലും ആൾക്കോളിൻ്റെ ബോട്ടിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മോക്ക് ചെയ്താൽ ഒരു കേട്, 10 സ്മോക്ക് ചെയ്താൽ 10 കേട്. അത്ര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കേട് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള ആൾക്ക് ഒരു സ്മോക്കിങ്ങിനുള്ളതോ ഒരു പെഗിനുള്ളതോ ഞങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. സ്മോക്കേഴ്സിന് ബാക്കിയുള്ളവരെക്കാളും ഹാർട്ട് അറ്റാക്കിന് ചാൻസസ് കൂടുതലല്ലേ? ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി യങ് ഏജിൽ. ഇപ്പം നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 25 ഇയേഴ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക സ്മോക്കറാണോ. കാരണം മറ്റേതിനൊന്നുള്ള സമയം ആയിട്ടില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നും വരാനുള്ള സമയം ആയിട്ടില്ലല്ലോ ലൈഫിൽ. അപ്പം യങ്ങായിട്ട് കാണുന്ന ആളുകളിൽ സ്മോക്കിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ഹാർട്ട് അറ്റാക്ക്. അത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്ക് സ്മോക്കിംഗ് കേടാണെന്ന് അറിയാം, പക്ഷേ സ്മോക്ക് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അയാൾക്ക് അപ്പോഴാണ് അറിയുന്നത്. അതിന് മുമ്പ് സ്മോക്കിംഗ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് സ്മോക്കിംഗ് എല്ലാവരും എന്താ പഠിച്ചിട്ടുള്ളത്, സ്മോക്കിംഗ് എന്തൊക്കെയോ ഹാംഫുൾ ആണെന്ന് അറിയാം. ഹാംഫുൾ ആണ്, ശ്വാസകോശം അങ്ങനെ പറയും. അത് മറ്റേ ക്യാൻസറിനെ പറ്റി ആളുകൾക്ക് കൂടുതൽ അറിയാം. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ വരും എന്നുള്ളത് കുറച്ചൊക്കെ അവെയറാണ് ആളുകൾ. പക്ഷേ സ്മോക്കിംഗ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ളത് ആളുകൾ അത്ര അവെയർ അല്ല.